ഹലോ നമസ്കാരം, ഞാൻ അനീഷ് അബ്രഹാം. കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് എന്നെ ഒരു മലയാളി കോൺടാക്റ്റ് ചെയ്തിട്ട് ഒരു ഓഫർ ലെറ്റർ അയച്ചു തന്നു. അദ്ദേഹത്തിന് കിട്ടിയ ഓഫർ ലെറ്റർ അല്ല, ഒരു പഞ്ചാബിക്ക് കിട്ടിയ ഓഫർ ലെറ്ററാണ്. അത് ജെന്യുവൻ ആണോ എന്ന് പരിശോധിക്കാനായിട്ടാണ് എനിക്ക് അയച്ചു തന്നത്. അതൊരു സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഓഫർ ലെറ്റർ ആയിരുന്നു. ഇവിടുത്തെ UK പ്രവർത്തിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേരിലാണ് ഈ ഓഫർ ലെറ്റർ കൊടുത്തിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ കമ്പനിയിലെ സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലിക്കെടുത്തിരിക്കുന്നു എന്നാണ് ഓഫർ ലെറ്ററിലുണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഇത് ഫേക്കാണ്. ഇവിടെ UK സെക്യൂരിറ്റി ഗാർഡായിട്ട് ആരെയും എടുക്കുന്നില്ല, പിന്നെ ഫേക്കാണെന്ന് പറഞ്ഞു. എന്തായാലും ഇവർ പൈസ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു, ഓക്കെ, എങ്ങനെയാണ്, എവിടം വരെ പോകുന്നു നമുക്ക് നോക്കാം, നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് എനിക്ക് ഒരു COS അവർ അയച്ചു തന്നു. ഈ സെക്യൂരിറ്റി ഗാർഡിൻ്റെ COS ആണ്. അപ്പോൾ ആ COS പരിശോധിച്ചപ്പോൾ അതിന് ജോബ് കോഡായിട്ട്, ഇവിടുത്തെ ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലെ ജോബ് കോഡായിട്ട് കൊടുത്തിരിക്കുന്നത് 2131 എന്നുള്ളതാണ്. അപ്പോൾ ഈ 2131 ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലെ ജോബ് കോഡ് ചെക്ക് ചെയ്തപ്പോൾ പ്രോഗ്രാമേഴ്സ് ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രൊഫഷണൽസിൻ്റെ ആണ് ഈ 2134 എന്ന് പറഞ്ഞ ജോബ് കോഡ്. അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള നിരവധി തട്ടിപ്പുകൾ UK നടന്നുകൊണ്ടിരിക്കുകയാണ്. UK നിന്നാണെന്ന് എന്ന് പറഞ്ഞ് ഇതുപോലെയുള്ള ജോലികളുടെ ഓഫർ ലെറ്ററുകൾ നമ്മുടെ നാട്ടിലുള്ള നിരവധി ആളുകൾക്ക് കിട്ടുന്നുണ്ട്. അത് വിശ്വസിച്ചുകൊണ്ട് പാവങ്ങൾ പൈസ കൊടുക്കുന്നുണ്ട്. ദയവേത് ശ്രദ്ധിക്കുക, ഇത്തരം ഒരു ജോലിക്കും ആളെ ഇവിടെ UK എടുക്കുന്നില്ല. ജോലിക്ക് ഷോർട്ടേജ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇപ്പോൾ വിസ കൊടുക്കത്തുള്ളൂ. അതും വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇപ്പോൾ വിസയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹോം ഓഫീസ് വളരെ കർശനമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾ തുടരുന്നുണ്ട്. ദയവേത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഇത്തരം തട്ടിപ്പുകളിൽ പോയി വീഴാതിരിക്കുക. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.